ഹലോ എവരി വൺ. പല സെലിബ്രിറ്റീസും അവരുടെ സ്കിൻ ടോൺ ബ്രൈറ്റർ ആവാനും അതുപോലെ സ്കിൻ കുറച്ചുകൂടി വൈറ്റ് കാസ്റ്റിലേക്ക് മാറാൻ വേണ്ടിയൊക്കെ ഗ്ലൂട്ടാതയോൺ ഉപയോഗിക്കാറുണ്ട്. ഗ്ലൂട്ടാതയോണിനെ അവരൊക്കെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ഇന്ന് അഹാന കൃഷ്ണയുടെ ഒരു വീഡിയോയിൽ കണ്ടു അവര് ഗ്ലൂട്ടാതയോണിന്റെ ടാബ്ലറ്റ് എടുക്കുന്നത്. അവര് ഗ്ലൂട്ടാതയോണിന്റെ ടാബ്ലറ്റ് എടുക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല, പക്ഷെ ഇത് കണ്ടുകൊണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് വെറുതെ പോയി ഗ്ലൂട്ടാതയോൺ ടാബ്ലറ്റ് എടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. കാരണം പല കൺട്രീസിലും കോസ്മെറ്റോളജിക്കൽ പർപ്പസിനായിട്ട് ഗ്ലൂട്ടാതയോൺ ഉപയോഗിക്കുന്നത് പോലും ബാൻഡാണ്. കൂടാതെ ഇത് ഉപയോഗിക്കുന്നത് കാരണം ഗുരുതരമായ ആരോഗ്യ പ്രശ്നവും ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. ലിവർ ഫംഗ്ഷനും കിഡ്നി ഫംഗ്ഷനും ഒക്കെ ഡാമേജ് ആവാനും ഇത് കാരണമാകും. അതുകൊണ്ട് ഇന്ന് ഈ വീഡിയോയിൽ എന്താണ് ഗ്ലൂട്ടാതയോൺ, ആർക്കൊക്കെ ഗ്ലൂട്ടാതയോൺ ഉപയോഗിക്കാം, എന്തൊക്കെയാണ് ഗ്ലൂട്ടാതയോണിന്റെ സൈഡ് എഫക്ട്സ് എന്നൊക്കെ പരിശോധിക്കാം. ആദ്യമായി എന്താണ് ഗ്ലൂട്ടാതയോൺ? ഗ്ലൂട്ടാതയോൺ എന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ആണ്. ഇത് നമ്മുടെ ശരീരം സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. ഈ ആന്റി ഓക്സിഡന്റിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏതെങ്കിലും സെല്ലിനൊക്കെ ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടി ആന്റി ഓക്സിഡന്റ്സ് ഹെൽപ്പ് ചെയ്യും. ഈ ഗ്ലൂട്ടാതയോൺ ഇഞ്ചക്ഷൻ രൂപത്തിലോ സപ്ലിമെന്റ് ആയിട്ടൊന്നും നമ്മൾ എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല, നമ്മുടെ ശരീരം സ്വയം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇനി ഗ്ലൂട്ടാതയോൺ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള കുറച്ച് സൈഡ് എഫക്ട്സ് പറയാം. ഒന്നാമത്തേതാണ് സ്കിൻ അലർജി, റാഷസ് ഉണ്ടാവാം, എക്സിമ ഉണ്ടാവാം, അങ്ങനെ പല രീതിയിലുള്ള സ്കിൻ റാഷസും സൈഡ് എഫക്ട്സ് ആയിട്ട് വരാം. രണ്ടാമത്തേത് ഇഞ്ചക്ഷൻ രൂപത്തിലൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ആ ഇഞ്ചക്ഷൻ സൈറ്റിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനും മാത്രമല്ല പെയിൻ ഉണ്ടാകാനും സ്വെല്ലിംഗ് ഉണ്ടാവാനും ഒക്കെ ചാൻസ് ഉണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം, നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് റെഗുലർ ബേസിസിൽ ഉപയോഗിക്കുകയാണെങ്കിൽ കിഡ്നി ഡാമേജിനും ലിവർ ഫംഗ്ഷൻ പ്രോപ്പറായി നടക്കാതിരിക്കാനും വരെ കാരണമാകും. ഇനി അടുത്തൊരു കാര്യം, നിങ്ങൾ ഇത് നിർത്തി കഴിയുകയാണെങ്കിൽ പഴയ സ്കിൻ ടോണിലേക്ക് തിരിച്ചു വരാനും കൂടാതെ സ്കിൻ ഡള്ളായി പോവാനും വരെ കാരണമാകും. ഗ്ലൂട്ടാതയോൺ ഉപയോഗിച്ചു കഴിഞ്ഞാൽ സ്കിൻ ബ്രൈറ്റർ ആവുമോ എന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. ഒരിക്കലും ഇല്ല, സ്കിൻ ബ്രൈറ്റർ ആവില്ല. ടെമ്പററി ആയിട്ട് ചിലപ്പോൾ ഒരു ബ്രൈറ്റ്നസ് ഒക്കെ തോന്നിയേക്കാം, പക്ഷേ അതൊരു ടെമ്പററി എഫക്റ്റ് മാത്രമാണ്. സ്കിൻ ഒരിക്കലും ഗ്ലൂട്ടാതയോൺ ഉപയോഗിച്ചത് കൊണ്ട് വൈറ്റർ ആവാനോ അല്ലെങ്കിൽ കുറച്ചുകൂടി ബ്രൈറ്റർ ആവാനോ ഒന്നും പോണില്ല. അതുകൊണ്ട് ഗ്ലൂട്ടാതയോൺ ഉപയോഗിക്കാത്തതാണ് നല്ലത്. മാത്രമല്ല ഒരു പഠനങ്ങളിലും തെളിയിച്ചിട്ടില്ല ഗ്ലൂട്ടാതയോൺ ഉപയോഗിക്കുന്നത് കാരണം ഡാർക്ക് ടോണിൽ നിന്ന് ലൈറ്റർ ടോണിലേക്ക് മാറുന്നു എന്ന് ഒരു പഠനവും തെളിയിച്ചിട്ടില്ല. അതുകൊണ്ട് സ്കിൻ ബ്രൈറ്റ് ആവും എന്നൊന്നും കരുതി ആരും ഉപയോഗിക്കരുത്. ഇനി ഇത് ആർക്കൊക്കെ എടുക്കാം? ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ഗ്ലൂട്ടാതയോൺ സപ്ലിമെന്റ് ആയിട്ടും ഇഞ്ചക്ഷൻ ആയിട്ടും ഒന്നും എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മുടെ ശരീരം സ്വയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ആണ് ഗ്ലൂട്ടാതയോൺ. അതുകൊണ്ട് ഹെൽത്തി അല്ലാത്ത ഒരാൾക്ക് ഗ്ലൂട്ടാതയോൺ വേണമെങ്കിൽ ഡോക്ടറുടെ അഡ്വൈസ് ഉണ്ടെങ്കിൽ മാത്രം എടുക്കാം. പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ് ഇല്ലാത്ത ആളുകൾക്ക്, ബാലൻസ്ഡ് ആയിട്ടുള്ള നല്ല ഡയറ്റ് ഇല്ലാത്ത ആളുകൾക്ക്, അതുപോലെ സ്ട്രെസ് കൂടുതലുള്ള ആളുകൾക്കൊക്കെ വേണമെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഗ്ലൂട്ടാതയോൺ എടുക്കാം. അല്ലാത്ത ഒരു സാഹചര്യങ്ങളിലും ഗ്ലൂട്ടാതയോൺ എടുക്കരുത്. നമ്മൾ കഴിക്കുന്ന പല ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിലും ധാരാളമായിട്ട് പല തരത്തിലുള്ള ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ഈ ആന്റി ഓക്സിഡൻസ് ഒക്കെ നമ്മുടെ സ്കിൻ ബ്രൈറ്റർ ആവാനും കുറച്ചുകൂടി ഹെൽത്തി ആയി നിലനിൽക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഭക്ഷണത്തിലൂടെ നിങ്ങൾ കഴിച്ച് നല്ല ആന്റി ഓക്സിഡൻസ് ഒക്കെ എടുത്ത് സ്കിൻ ബ്രൈറ്റർ ആക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ഗ്ലൂട്ടാതയോൺ പോലെയുള്ള ഇഞ്ചക്ഷനോ ടാബ്ലറ്റ്സ് ഒന്നും പോയി എടുക്കരുത്. ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. മേ ബി പല ഇൻഫ്ലുവൻസേഴ്സിനും അവരുടെ ലൈഫ് സ്റ്റൈൽ കാരണമൊക്കെ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തതായിരിക്കാം, പിന്നീട് അത് അവർ പ്രൊമോഷൻ രീതിയിൽ ചെയ്യുന്നതായിരിക്കാം, എന്തു തന്നെ ആയിക്കോട്ടെ. പക്ഷെ അത് കണ്ടുകൊണ്ട് നിങ്ങൾ ആരും പോയി ഗ്ലൂട്ടാതയോൺ വാങ്ങി ഉപയോഗിക്കരുത്. ഭക്ഷണത്തിലൂടെ നല്ല ആന്റി ഓക്സിഡൻസ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിലൂടെ തന്നെ സ്കിന്ന് നല്ല രീതിയിൽ ബ്രൈറ്റർ ആയി മാറും. ഐ ഹോപ്പ് ഈ ഗ്ലൂട്ടാതയോണിന്റെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. താങ്ക്സ് ഫോർ വാച്ചിങ്.